റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എവിടെ സലാം? എവിടെ? നമ്മളെല്ലാരും ഫിഖ് പഠിച്ചതല്ലേ? ഈ ഹദീസ് നാളെ പ്രത്യേകം പറയേണ്ടതാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഇത് ആര് വന്ന്, ഇപ്പൊ ഖുർആനാണ് നമ്മളെല്ലാരും പഠിച്ചതാണ്. ഖുർആൻ ആരിൽ നിന്ന് വന്നതാണ്? അള്ളാന്റെ നിന്ന് വന്നതാണ്. അതേപോലെ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആർക്കൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയാം? ഇനി മാറ്റി പറയരുത് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേരെന്താ? ആരെങ്കിലും കൈവന്നിച്ചാ പോരെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ സഖ്തി ദൗസ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 51-ാണ്. 78-ാം വയസ്സിൽ മരിച്ചു. ഒരു ഹദീസ് ഇറക്കണമെങ്കിൽ ഒരു പ്രത്യേക കാരണം വേണം. ഈ ഹദീസിന്റെ പ്രത്യേക കാരണം എന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഒരു സ്വഹാബിക്ക് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. عن أبي هريرة رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله إنا نركب البحر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ കടലിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. ഈ വന്ന വ്യക്തിയുടെ പേര് മുസ്നദില് കൊടുത്തിരിക്കുന്നത് അഹ്മദ് എന്നാണ്. എന്നാലും ഞാൻ കുറെ കിതാബ് നോക്കിയപ്പോ അതില് കണ്ടത് റിജാലു മിൻ ബനി മുദ്ലിജ് എന്നാണ്. മുദ്ലിജ് ഗോത്രത്തിലെ ഒരു വ്യക്തി. പക്ഷെ തൊബറാനിയിൽ കൊടുത്തത് അബ്ദുള്ള എന്നാണ്. ഈ സ്വഹാബിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉത്തരമായിട്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മയ്യത്തിനെ പറ്റിയിട്ട്, ഒന്ന് മയ്യത്തിനെ പറ്റി, മറ്റൊന്ന് ഹലാല വെള്ളം എന്നുള്ളതില് വെള്ളം. അപ്പോ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ശുദ്ധിയെ കുറിച്ചാണ്. നാളെ ലീവാന്റെ പേരിൽ ഇനി വരുമ്പോ ഈ ശുദ്ധിനെ പറ്റിയിട്ടുള്ള 10 ഹദീസ് എഴുതി വരണം. അതിൽ 5 പഠിച്ചിട്ടും വരണം. അതിന്റെ സനദും വേണം. അസ്സലാമു അലൈക്കും.